വിദേശത്തുള്ള മക്കളുടെ സുഹൃത്താണ് എന്ന് പരിചയപ്പെടുത്തിയെത്തിയ യുവാവ് 80 വയസ്സുകാരൻ്റെ 2.5 പവൻ സ്വർണ്ണമാലയുമായി കടന്നു കളഞ്ഞു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ അതിരമ്പുഴയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത്. ജോർജ് സെബാസ്റ്റ്യൻ എന്ന 80 വയസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടത്. അദ്ദേഹം ഇവിടെ ഒരു മലഞ്ചരക്ക് കട നടത്തുകയാണ്. ഈ കടയിൽ സാധനങ്ങൾ വാങ്ങാനാണ് എന്ന വ്യാജേനയാണ് ഈ പ്രതി ഈ തട്ടിപ്പുകാരൻ എത്തുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറോളം സമയം ഇദ്ദേഹവുമായി സംസാരിച്ച് ഇവിടെ നിൽക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം മക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും വിശേഷങ്ങളൊക്കെ തിരക്കി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നിയില്ല. ഇതിന് പിന്നാലെ വളരെ തന്ത്രപരമായി 2.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയും തട്ടിയെടുത്ത ഈ പ്രതി കടന്നു കളയുകയായിരുന്നു. 12 മണിയോടുകൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എന്നോട് ആദ്യം ചോദിക്കുന്നത് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞ് വിനോയി അറിയോ, നിങ്ങളുടെ അപ്പുറം താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഞാൻ യു കെ എന്നാണ് വരുന്നത്, നിങ്ങളുടെ മക്കളുടെയൊക്കെ അടുത്താണ് വരുന്നത്. നിങ്ങളുടെ സാജു ഇല്ലേ, സാജുവിനുമായിട്ട് എനിക്ക് വളരെ അടുപ്പമാണ്. സാജു ഞാൻ പോരുന്ന അന്ന് സാജുവായിട്ട് സംസാരിച്ചായിരുന്നു. ഞാൻ വന്നത് എനിക്ക് കുറച്ച് കുരുമുളകും ജാതിക്കായും ജാതിപത്രിയും വേണം, അത് ഇവിടുന്ന് വാങ്ങിക്കാൻ അമ്മ പറഞ്ഞു വിട്ടു. അതിന് വന്നതാണ്. അമ്മയെ പരിചയമുണ്ട്, അമ്മയ്ക്ക് കട പരിചയമുണ്ട്, ഇങ്ങോട്ടാണ് പറഞ്ഞു വിട്ട്. എന്തായാലും വേണ്ട, 2 കിലോ വീതം എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു 3 കിലോ വീതം എടുത്തു. 6 കിലോ കുരുമുളകും 4 കിലോ ജാതിക്കായും 10 കിലോ ഉള്ളിടത്തോളം തരാൻ പറഞ്ഞു. 1/2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ നാളെ വൈകുന്നേരം പോകുള്ളൂ, നാളെ ഉച്ചയാകുമ്പോൾ ഞാൻ വരുമ്പോൾ എനിക്കൊരു 1/2 കിലോ കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നാളെ പോകുമല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകാനാണ്, അത് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെടുത്ത് തന്നെ. അമ്മയും പറഞ്ഞത് അങ്ങനെയാണ്, ഇവിടെ നിന്ന് മേടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ യു കെ തന്നെയാണ്, നിങ്ങളുടെ മക്കളുടെ അടുത്ത് തന്നെയാണ്, മിക്കവാറും കാണാറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഈ സാധനം എല്ലാം എടുപ്പിച്ചു. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു 1000 രൂപ തരാം, ചില്ലറ തരാം, 2,500 തരാമെന്ന് ചോദിച്ചു. ഞാൻ മടിയിൽ നിന്ന് 2,500 എടുത്ത് കൊടുത്തു. 1000 രൂപയും തന്നു. അത് ഞാൻ എൻ്റെ മടിയിലോട്ട് തന്നെ വെച്ചു. അതെനിക്ക് തോന്നുന്നത് അവനെ ഞാൻ പൈസ എവിടെയാണ് വെക്കുന്നതെന്ന് അറിയാനായിരിക്കും. ഞാൻ എൻ്റെ മടിയിലാണ് വെച്ചത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴുത്ത കിടക്കുന്ന മാല നല്ല മാലയാണല്ലോ, ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞു ഏറ്റുമാനൂർ ചെമ്മണ്ണൂരിൻ്റെ കട ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. എത്ര പവനാണ്? 2.5 പവനാണെന്നാണ് എൻ്റെ ഉദ്ദേശം. 2.5 കുറയല്ല എന്ന് പറഞ്ഞു എൻ്റെ ഈ കഴുത്ത കിടക്കുന്ന ഇത് 3.5 പവനാണ്. ഇത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടമില്ല. ഈ വണ്ണം കുറഞ്ഞ മാലയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഇടയിട്ട് അമ്മയെ വിളിക്കുകയെന്നും പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്ന കേൾക്കാം. ആരെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ ഇപ്പോൾ വരുന്നുണ്ട്, ചന്തയിലാകാറായി, ആ സാധനം ഒരു കൂടുതലാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ഇഞ്ഞെടുക്കുക, എന്നിട്ട് സാധനം എല്ലാം കൂടുതലാക്കാമെന്ന് പറഞ്ഞപ്പം മാലയുടെ ഫോട്ടോ ഒന്നെടുക്കട്ടെ, അമ്മ ഇപ്പോൾ വരികയല്ലേ, അമ്മയെ കാണിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മാല ഊരി ഈ മേശപ്പുറത്തെ ബുക്കിൻ്റെ മുകളിലോട്ട് വെച്ചു. ഇത് കേട്ടപ്പോൾ സത്യമാണെന്ന് കണ്ട് ഞാൻ എൻ്റെ മാലയെ ഊരി അങ്ങോട്ട് വെച്ചു. ഫോട്ടോ എടുത്തേച്ച് പറഞ്ഞു ഇത് അത്ര ക്ലിയർ ആകുന്നില്ല, ഒന്നുകൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അവൻ പൈസ ഇപ്പോൾ തരാമെന്നും പറഞ്ഞ് എൻ്റെ പുറവശത്തൂടെ കിഴക്കോട്ട് മാറിയപ്പം ഞാൻ അവനെങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ അവനെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം അവൻ ഏറ്റവും അങ്ങേറ്റത്തി എന്നിട്ട് ബൈക്കേ കയറി സ്ഥലം വിട്ടു. ഈ മാല എടുത്തുകൊണ്ടിട്ടാണ് അവൻ പോയത്. ഇതാണ് സംഭവിച്ചത്. അച്ഛൻ്റെ പുറകിൽ കൂടെ ഇവൻ നടന്നു പോയ പോക്കിൽ ഊരി വെച്ച മാലയും കൊണ്ടാണ് പോയത്. ഇവിടെയാണ് മാല ഊരി വെച്ചത്. ഇവിടുന്ന് അവൻ എൻ്റെ പുറകിൽ കൂടെ, ഞാൻ ഈ ആൾ നിൽക്കുന്ന അവിടെ നിൽക്കുന്നു, എൻ്റെ സൈഡിൽ കൂടെ ഇതേ അങ്ങ് കടന്നുപോയി. അപ്പോൾ അവൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഇത് എടുക്കാനാണ് സാധ്യത. മാല 2.5 പവനി കുറേ, 2.5-2.25 കാണും. 2.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടല്ലേ? അതെ. അയാളുടെ മാല ഇവിടെ ഊരി വെച്ചു എന്ന് പറയുന്നില്ല, അത് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. രണ്ടും കൂടെയാണ് കൊണ്ടുപോയത്. ഇയാൾ എത്ര പ്രായം കാണും? ഒരു 40-നും 30-നും 35-നും ഇടയ്ക്ക് പ്രായം തോന്നിക്കും. നല്ല കറുത്ത ആളാണ്, നല്ല തടിയനാണ്. ഒരു ടീഷർട്ടും പാൻറ്റുമാണ് വേഷം. ഇവിടെ വരുമ്പം കഴുത്തിലൊരു വലിയ ഷോച്ചയും കിടപ്പുണ്ട്. അതുകൂടാതെ കയ്യിൽ വളയോ എന്തോ ഉണ്ട്, ഇടിവള പോലെ എന്തോ ഒരു കിടപ്പുണ്ട്. സ്റ്റീലാണോ ഗോൾഡാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാഴ്ചയിൽ സംശയവും തോന്നിയില്ലല്ലേ? ഒരു സംശയവും തോന്നിയില്ല. മക്കളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു സംശയവും തോന്നിയില്ല. അരമണിക്കൂറോളം ഇവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. അത് അരമണിക്കൂർ കൊണ്ടായി സാധനങ്ങളെല്ലാം വാങ്ങിച്ചതും പോകാൻ. ഇപ്പോൾ വരും, അമ്മ ഇപ്പോൾ വരും എന്നും പറഞ്ഞ് നിന്നത്. താങ്കൾ ഏറ്റുമാനൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്? പരാതി കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിച്ച് CCTV ഒക്കെ നോക്കി
ആളിനെ പിടിക്കും എന്ന് ഉറപ്പ് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്നു. ഇതിപ്പം താങ്കളുടെ മക്കളെ കുറിച്ചുള്ള പേരടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു. അതൊരു പക്ഷേ മുൻ ദിവസങ്ങൾ ഇവിടെ എത്തി ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയതായിരിക്കും അല്ലേ? ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് സാജു, സോജി എന്നൊക്കെ പറയാമല്ലോ. കൃത്യമായിട്ട് ആ പിള്ളേരുടെയൊക്കെ പേര് പറഞ്ഞതും അവരുടെ അടുത്താണെന്നും അവർ വിളിക്കാറുണ്ടെന്നും ഇതൊക്കെ പറഞ്ഞു. ഈ സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. വൈകാതെ തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കോട്ടയം അതിരമ്പുഴയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.